സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് 16 വയസ്സേ ആയിട്ടുള്ളൂ. 16കാരൻ അഥവാ പ്രായപൂർത്തി എത്തിയതേ ഉള്ളൂ. അദ്ദേഹം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുകയും സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സഹാബിയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ചെറുപ്പക്കാരനെ പറഞ്ഞേക്കുകയാണ്. മദീനയിലേക്ക്, മദീനയുടെ ചില അങ്ങാടികളിലേക്ക് എന്തോ ഒരു കാര്യം, എന്തോ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. അദ്ദേഹം ഹബീബിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഫമർറ ബിബൈത്തിൻ മിൻ ബുയൂത്തിൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട ചില ആളുകളുടെ വീടിന്റെ മുന്നിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. ഫനദറ ഇലാ ബാബിൽ ബൈത്ത്, അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ വാതിൽ അദ്ദേഹം കാണാനിടയായത്. ആ വാതിൽ മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ തുറക്കപ്പെട്ട് കിടക്കുന്ന ആ വാതിലിന്റെ മറയിൽ ഒരു കർട്ടൻ, ഒരു മറയുണ്ട്, ഒരു കർട്ടൻ ഉണ്ട്. അദ്ദേഹം അപ്രതീക്ഷിതമായി ആ ഒരു വീട് നോക്കുമ്പോഴേക്കും ശക്തമായ ഒരു കാറ്റിലൂടെ ആ വീടിന്റെ മറ ഒന്ന്, ആ വീടിന്റെ വിരിപ്പ്, കർട്ടൻ ഒന്നിങ്ങോട്ട് മാറി. ആ മാറേണ്ട താമസം അവിടെ അതൊരു ബാത്റൂമായിരുന്നു. ആ ബാത്റൂമിൽ ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി, അതിന്റെ മറയും അതിന്റെ ആ ഒരു കേട്ടൻ മാറിയപ്പോ നേരെ ഈ 16 വയസ്സുള്ള ചെറുപ്പക്കാരന് കുളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സഹോദരിയെ കാണാനിടയായി. ഫനദറ ഇലൈഹാ നദറ, അദ്ദേഹം റോഡരികിലുള്ള വഴികളിലൂടെ നടന്നു പോകുമ്പോ അവിടെയുള്ള വീടുകൾ സെൻസർ ചെയ്ത് നടന്നതല്ല. പോകുന്ന വഴിയിൽ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോയതാണ്. നോക്കേണ്ട താമസം ബാത്റൂമിന്റെ കർട്ടൻ മാറുകയും കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കാണാനിടയാവുകയും ചെയ്തു. ഫനളറ ഇലൈഹാ നളറ, ഒരു നോട്ടം നോക്കി. ഔ നളറതൈൻ, അല്ലെങ്കിൽ 2 നോട്ടം. ഒന്ന് കണ്ടു, പിന്നെയും അദ്ദേഹം അറിയാതെ നോക്കുകയുണ്ടായി. സുമ്മ അഫാഖ, പെട്ടെന്നാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. പെട്ടെന്ന് അദ്ദേഹത്തിന് പേടി വന്നു. യാ അല്ലാഹ്, ഇത് ഹറാമാണല്ലോ. സുമ്മ അഫാഖ, പിന്നെ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ഞാൻ ചെയ്തത് ഹറാമാണല്ലോ റബ്ബേ, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ റബ്ബേ. അദ്ദേഹം പേടിച്ചുപോയി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാനി തദക്കറൂ, മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്, തഖ്വയുള്ള ആളുകൾ എന്ന് പറയുന്നത്, ഇദാ മസ്സഹും ത്വായിഫുൻ മിനശ് ശൈത്വാൻ, പൈശാചികമായ ചിന്ത അയാളിലേക്ക് കടന്നു വരുമ്പോ തദക്കറൂ, അയാൾ അല്ലാഹുവിനെ ഓർമ്മിക്കും. വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോ അല്ലാഹുവിനെ ഓർമ്മിക്കും. വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. ഹറാമ് കാണാൻ പൂതിയുണ്ട്, ഹറാം നമ്മുടെ മുമ്പിലുണ്ട്. ഹറാം അദ്ദേഹം കാണുകയാണ്, കാണാൻ വേണ്ടി പോയതല്ല. പോയപ്പോൾ കണ്ടതാണ്, അറിയാതെ കണ്ടുപോയതാണ്. അപ്പോഴേക്കും അല്ലാഹുവിനെ പേടിയായി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫുൻ തദക്കറൂ, ഒരു മനുഷ്യനെ വഴികേടിലേക്ക് നയിക്കുന്നത് പിശാചാണ്, ശൈത്വാനാണ്. വേണ്ടാത്ത ചിന്തകൾ അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ്. അല്ലാഹു തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും സുജൂദ് ചെയ്യാൻ പറഞ്ഞതും സുജൂദ് ചെയ്യാതെ മാറി നിന്നപ്പോ അല്ലാഹു സ്വർഗീയ ലോകത്ത് നിന്ന് പുറന്തള്ളിയതും, അപ്പോഴേക്കും അല്ലാഹുവിനോട്, അല്ലാഹുവേ, ഞാൻ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടതും അല്ലാഹു പിശാചിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അവസരം നൽകിയതും. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നുണ്ടല്ലോ, قال فبما أغويتني لأقعدن لهم صراطك المستقيم, എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കാരണം, ആര് കാരണത്താലാണോ ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്, ആര് കാരണത്താലാണോ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്,
അവരെ എല്ലാവരെയും ചൊവ്വായ പാതയിൽ നിന്ന്, സത്യത്തിന്റെ വഴിയിൽ നിന്ന്, നേരായ വഴിയിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് പറയുന്നുണ്ട് പിശാച്. അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അവരെ ഞാൻ വിരിഞ്ഞു മുറുക്കുമെന്ന് പിശാച് പറയുന്നുണ്ട്. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വാലിഹായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നന്നാവാൻ അവസരം നൽകാതെ അവരുടെ മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും വലതുഭാഗത്തിലൂടെയും ഞാൻ അവരെ വിരിഞ്ഞു മുറുക്കുമെന്ന് പിശാച് അല്ലാഹുവിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിന്നെയും നിന്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും നിന്റെ പാത പിൻപറ്റി ഹറാമുകൾ ചെയ്ത് തോന്നിവാസം ചെയ്ത് ജീവിച്ച ആളുകളെയും എല്ലാവരെയും ഞാൻ നരകത്തിലേക്ക് നിറക്കുമെന്ന് അല്ലാഹു പിശാചിനോട് പറയുന്നുണ്ട്. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, പിശാചിനെ നിങ്ങൾ പിന്തുടരരുത്, പിശാചുമായി ബന്ധം വേണ്ട. ഹറാമായ കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന 16കാരനായ മദീനക്കാരനായ യതീമായ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്തു വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അപ്പോഴാണ് ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കാണാനിടയായത്. മനഃപൂർവ്വം നോക്കിയതല്ല, കണ്ടുപോയതാണ്. കണ്ടപ്പോൾ പിന്നെയും അറിയാതെ നോക്കിപ്പോയി. പെട്ടെന്നാണ് ബോധോദയം ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ റബ്ബേ. അല്ലാഹു എനിക്കെതിരെ ആയത്തിറക്കുമോ എന്ന് പേടിക്കുകയാണ് അദ്ദേഹം. അല്ലാഹു എനിക്കെതിരെ ആയത്തിറക്കുമോ എന്ന് അദ്ദേഹം പേടിച്ചുപോയി. മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ അല്ലാഹു എന്നെ എഴുതി വെക്കുമോ എന്ന് അദ്ദേഹം പേടിച്ചുപോയി. അല്ലാഹു എന്നെ മുനാഫിഖീങ്ങളിൽ എണ്ണുമോ എന്ന് അദ്ദേഹം പേടിച്ചുപോയി. ഇനി എങ്ങനെയാണ് ഹറാമ് കണ്ട കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നത് എന്ന് പേടിച്ചുപോയി. ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ആ ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്? എങ്ങനെയാണ് ആ ഹബീബിന്റെ മുഖം ഞാൻ നോക്കുന്നത്? ഇനി ഞാനില്ല, ഹബീബിന്റെ സമീപത്തേക്ക് ഞാനില്ല, ഇനി ഹബീബിനെ കാണാൻ എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ദൂരേക്ക് നടന്നുപോയി. എവിടെയെന്ന് ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി നടന്നു നീങ്ങുകയാണ്. അപ്പോഴാണ് ഒരു മരുഭൂമി കണ്ടത്. മരുഭൂമിയിലേക്ക് കയറി 3 ദിവസമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ച സഅലബയെ കാണാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് പലരെയും പറഞ്ഞയച്ചു, എവിടെയും കാണാനില്ല. എവിടെ പോയി സഅലബ? എവിടെ പോയി സഅലബ? മദീന മുഴുവനും മരിച്ചു പുറക്കി, എവിടെയും കാണാനില്ല. 40 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബാക്കളെ പറഞ്ഞേക്കുകയാണ്, ഇന്ന മരുഭൂമിയിൽ സഅലബയുണ്ട്, സഅലബയെയും കൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് അല്പം ചില സ്വഹാബാക്കളെ പറഞ്ഞയച്ചു. സ്വഹാബാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആ മരുഭൂമി ലക്ഷ്യമാക്കി യാത്രയായി. മരുഭൂമിയിലെത്തി. അവിടെ എത്തിയപ്പോ അവിടെ ആടുമേച്ചുകൊണ്ടിരിക്കുന്ന പദവികളായ കാടന്മാരായ ചില ആളുകളെ ഈ സ്വഹാബാക്കൾക്ക് കാണാനിടയായി. അവർ ചോദിച്ചോ, നിങ്ങളൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ? അപ്പോഴാണ് ആ അറാബികൾ, ആടിനെ മേയ്ക്കുന്ന പദവികൾ ചോദിച്ചത്, നിങ്ങൾ അന്വേഷിക്കുന്നത് അനിൽ ഫതൽ ബുഖാ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണോ? 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ, എവിടെയാണ് അയാളുള്ളത്? അപ്പോഴാണ് ഇന്നാലിന്ന പർവ്വതം കാണിച്ചു. ആ പർവ്വതത്തിന്റെ മുകളിലയാളുണ്ട്. രാത്രി പകലസ്തമിക്കുന്ന സമയത്ത് പകലിന്റെ അവസാന സമയത്ത് അയാൾ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. കരഞ്ഞുകൊണ്ടാണ് അയാൾ ആ പർവ്വതത്തിന്റെ താഴേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ മഹാന്മാരായ സഹാബാക്കൾ ഞെട്ടിപ്പോയി. കോലം തന്നെ മാറിയിട്ടുണ്ട്. 40 ദിവസമായി കരഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. കണ്ടപാടെ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി ഈ ആളുകളോട് ചോദിച്ചു, അല്ലാഹു എനിക്കെതിരെ ആയത്തിറക്കിയിട്ടുണ്ടോ? അല്ലാഹു എനിക്കെതിരെ ആയത്തിറക്കിയിട്ടുണ്ടോ? ഇല്ല, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങയെ കൊണ്ടുപോവാനാണ് പറഞ്ഞത്.
ഈ സ്വഹാബാക്കൾ ഇദ്ദേഹത്തെ മദീനയിൽ കൊണ്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപാടെ അല്ലാഹുവിന്റെ ഹബീബിനോട് സഅലബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്കെതിരെ ആയത്തിറക്കിയിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല. സഅലബയുടെ അസുഖം വർദ്ധിച്ചു, സഅലബയുടെ രോഗം മൂർച്ഛിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് മഹാനായ സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ മരിച്ചുപോയി, അവിടെ തന്നെ വഫാത്തായി പോവുകയാണ്. ഇതാണ് മഹാന്മാരായ അല്ലാഹുവിനെ പേടിക്കുന്ന സ്വഹാബാക്കളുടെ ചരിത്രം. ഇങ്ങനെയാണ്, ആരും കണ്ടിട്ടില്ല, ആരും പിടിച്ചതല്ല, മദീനയുടെ പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുവന്നതല്ല. അറിയാതൊരു തെറ്റ് വന്നപ്പോ അല്ലാഹു എന്നെ കണ്ടുപോയല്ലോ, അല്ലാഹു ഇത് കാണുന്നുണ്ടല്ലോ, എന്നെ കുറിച്ച് അല്ലാഹു ആയത്തിറക്കുമോ, അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ഭയത്താൽ 40 ദിവസമാണ് മഹാനായ സഅലബ കരഞ്ഞ് 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 ദുആ ചെയ്തത്. കരഞ്ഞ് ദുആ ചെയ്തു. എന്നിട്ട് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കുകയും എന്നിട്ട് മറമാടാൻ പോകുമ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലിന്റെ വിരലുകൾ ഊന്നി ഊന്നി നടക്കുന്നത്. മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നിങ്ങൾ ഇങ്ങനെ കാലിന്റെ വിരലുകളിൽ നടക്കുന്നത്? കാല് നിലത്ത് കുത്തി നടക്കാതെ എന്തേ കാലിന്റെ വിരലുകൾ ഊന്നി നടക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വൈഹക യാ ഉമർ, ഉമറേ, വല്ലാഹി മാ അജ്ദു ലിഖദമി മൗളിഅൻ മിൻ കസ്റതി മാ യുസാഹിമുനി അലൈഹി മിനൽ മലായിക. അല്ലാഹുവിന്റെ മാലാക്കമാരുടെ സാന്നിധ്യം കൊണ്ട് എനിക്കിവിടെ കാല് വെക്കാൻ സ്ഥലം ലഭിക്കുന്നില്ല ഉമറേ. ഉമറേ, അല്ലാഹുവിന്റെ മാലാക്കമാരുടെ സാന്നിധ്യം കൊണ്ട് എനിക്കിവിടെ കാല് വെക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിരലിലൂന്നി നടക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വേണ്ടത്. തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ പേടി വേണം. തെറ്റ് ചെയ്യൂല എന്നല്ല, തെറ്റ് ചെയ്യാത്തവർ ഇവിടെയില്ല, ഭൂമിയിലില്ല. തെറ്റ് ചെയ്യാത്ത അവസാനത്തെ വ്യക്തി അത് പരിശുദ്ധ റസൂലുള്ളാഹി. റേഡിയോ പോലെ കേട്ടിട്ട് പോവാണല്ലേ, സ്വലാത്തൊന്നുമില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അവരാണ്. ആരാണ്? ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുകയും ഉടനെ തൗബ ചെയ്യുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. കുല്ലു ബനി ആദമ ഖത്വാഉൻ, എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്ത ആരാണ് ഇവിടെയുള്ളത്? പരിശുദ്ധ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ഒരാളും ഭൂമിയിലില്ല. ചെറുദോഷങ്ങളിൽ നിന്നും വൻദോഷങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കുന്നവരാണ് പ്രവാചകന്മാർ. അങ്ങനെ സംരക്ഷിച്ച അവസാനത്തെ പ്രവാചകനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, തെറ്റുകാരിൽ ഏറ്റവും നല്ലവർ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർ, തൗബ ചെയ്യുന്ന ആളുകളാണ്, പശ്ചാത്തപിക്കുന്ന ആളുകളാണ്. എല്ലാവരും തെറ്റുകാരാണ്, തെറ്റു ചെയ്യാത്ത ആളുകളില്ല. എന്നാൽ എല്ലാവരും തെറ്റുകാരാകുമ്പോ ഇവിടെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ലാഹു സ്നേഹിക്കുന്നത് നന്നായി തൗബ ചെയ്യുന്ന ആളുകളെയാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ആളുകളെയാണ്. അവരിലെങ്കിലും ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. അല്ലാഹു ചില ആളുകളുടെ തൗബ സ്വീകരിക്കൂല. ചില ആളുകൾക്ക് തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂല. ആരാണവർ? അല്ലദീന യഅമലൂന السيئات, തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളാണവർ, തെറ്റ് ചെയ്തു ജീവിക്കുന്ന ആളുകളാണവർ. ഹറാം കാണുന്നുണ്ട്, ഹറാം കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നത് ഹറാമാണ്. അന്നാ യുസ്തജാബു ലഹാ, അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ താമസം, അവന്റെ വീട്, അവന്റെ വാഹനം ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു തആല അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ദുആ ചെയ്യുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ കടം കൊടുത്തു വിട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ എനിക്കൊരു വീട് വേണം, അല്ലാഹുവേ എനിക്കൊരു ജോലി വേണം, അല്ലാഹുവേ എനിക്കൊരു മക്കളെ വേണം എന്നൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുന്നത്? അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കുന്നത്? വീട്ടിക്കൊടുക്കൂല. കാരണം ഭക്ഷണം ഹറാമാണ്, നോട്ടം ഹറാമാണ്, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങലാണ്. പക്ഷേ അല്ലാഹു ചില ആളുകളുടെ തൗബ സ്വീകരിക്കുന്നില്ല. ആരാണവർ? യഅമലൂന സയ്യിആത്ത്, തെറ്റ് ചെയ്ത് തോന്നിവാസം ചെയ്ത് ഇവിടെ ജീവിക്കുന്നുണ്ടവർ. ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്, എന്നിട്ട് അവർ ജീവിതത്തിൽ പാഠം പഠിച്ചില്ല, ജീവിതത്തിൽ പാഠം പഠിച്ചില്ല. മരിക്കുന്ന സമയമായി, മരണത്തിന്റെ വെപ്രാളമെത്തി. അങ്ങനെ മാലാഖമാർ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ അയാൾക്ക് മനസ്സിലായി ഇനി എനിക്ക് ആയുസ്സില്ലെന്ന്, ഇനി എനിക്ക് ജീവിതമില്ലെന്ന് മനസ്സിലായി. ഏതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം എത്ര അവസരമാണ് ഫിർഔനിന് നൽകിയത്. 9 അടയാളങ്ങൾ പേനായി, ഷെള്ളായി, രക്തമായി, ധവളകളായി, വടിയായി, പല രീതിയിൽ ഫിർഔനിന് നിരന്തരമായി വാണിംഗ് നൽകി, നന്നാവാനുള്ള അവസരം നൽകി. അതിലൊന്നും നന്നാവാതെ അവസാനം വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴാണ് പറഞ്ഞത് ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസാ നബിയുടെ, ഹാറൂൻ നബിയുടെ, ബനൂ ഇസ്രായേലിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അതുവരെ പറഞ്ഞതോ അന റബ്ബുകുമുൽ അലാ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴ ഒഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരമാണ്, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, എന്നെക്കാൾ വലിയ രക്ഷിതാവില്ല, എന്നെക്കാൾ വലിയ റബ്ബില്ല, നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത്. എന്നെ ആരാധിക്കാത്ത ആളുകളെ അവന്റെ ശരീരത്തിലേക്ക്, അവന്റെ കൈകാലുകളിലേക്ക് വലിയ നീളമുള്ള ആണികൾ കുത്തിക്കയറ്റി അവനെ കൊല്ലുകയാണ് ഫിർഔൻ ചെയ്തത്. പാഠങ്ങൾ ഓരോന്ന്, മുന്നറിയിപ്പുകൾ ഓരോന്ന് അല്ലാഹു നൽകിയിട്ടും പഠിക്കാതെ അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയപ്പോൾ ഫറോവ പറഞ്ഞുവത്രേ ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ, ബനൂ ഇസ്രായേലുകാരുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്, ഞാൻ റബ്ബല്ല. പഠിക്കാൻ ചാൻസ് കിട്ടി, പഠിക്കാതെ അവസാനം പഠിച്ചു. പഠിക്കുമ്പോ സമയം കഴിഞ്ഞു, കാഫിറായി. ഇന്നും നരകത്തിന്റെ ശിക്ഷ ഖബറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെയും പകലിലുമായി ഖബറിലേക്ക് നരകത്തിന്റെ തീജ്വാലകൾ ഇങ്ങനെ ആളി കത്തുകയാണ്. ഇങ്ങനെയുള്ള വിഭാഗം അവരുടെ തൗബ അല്ലാഹുവിന് വേണ്ട. ഇഷ്ടം പോലെ ജീവിച്ചു, ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ചു, എന്നിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഒരു തൗബ, അത് വേണ്ട, അല്ലാഹുവിന് ഇഷ്ടമല്ല. حتى إذا حضر أحدهم الموت قال إني تبت الآن, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ തൗബ ചെയ്ത് നന്നാവാം, ഞാൻ നന്നാവാമെന്ന് പറഞ്ഞത്. അവരുടെ തൗബ അല്ലാഹുവിന് വേണ്ട. വലല്ലദീന യമൂതൂന വഹും കുഫാർ, സത്യനിഷേധികളായി അല്ലാഹുവിൽ വിശ്വസിച്ച് മരിച്ചു പോകുന്ന ആളുകളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ആലിമീങ്ങൾ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഖുദ്സിയായ ഹദീസാണിത്. വഇസ്സതി വജലാലി, കേൾക്കണം എന്റെ ഉമ്മമാർ, കേൾക്കണം എന്റെ സഹോദരികൾ, ചെറുപ്പക്കാർ, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ ജീവിക്കുന്നവർ, പരീക്ഷണങ്ങളുടെ നടുക്കടലിൽ ജീവിക്കുന്നവർ. ഒരു രോഗം കഴിഞ്ഞാൽ അടുത്ത രോഗം, ഒരു മരണം കഴിഞ്ഞാൽ അടുത്ത മരണം, ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ അടുത്ത പ്രതിസന്ധി. ജീവിതം മുഴുവനും പ്രയാസമാണ്, ജീവിതം മുഴുവനും കഷ്ടപ്പാടാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ഹദീസ് കേൾക്കണേ, അവർക്കൊരു സമാധാനമാണിത്, അവർക്കൊരു ആശ്വാസമാണിത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്? ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പറയുകയാണ് വഇസ്സതി വജലാലി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ അഖ്ബിലു അബ്ദിയൽ മുഅ്മിൻ, എന്റെ മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരാളുടെ ആത്മാവിനെ ഞാൻ പിടിക്കൂല, ഞാൻ അയാളെ കൊണ്ടുപോകൂല. വഅന ഉഹിബ്ബു അൻ അർഹമഹു, അയാൾക്ക് കാരുണ്യം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാളെ കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ, അല്ലാഹു സ്നേഹിക്കുന്ന ആളുകളെ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരെ അല്ലാഹു എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു തരികയാണ്, ഇല്ലബതലൈതുഹു ബികുല്ലി സയ്യിഅ. അവൻ ജീവിതത്തിൽ ചെയ്ത എത്ര തെറ്റുകൾ ബാക്കിയുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, തൗബ ചെയ്ത് തെറ്റുകൾ മായ്ച്ചിട്ടില്ല അയാൾ. മനസ്സിലാക്കണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ് നമ്മളെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് നമ്മളെങ്കിൽ, തൗബയിലൂടെ, പശ്ചാത്താപത്തിലൂടെ, നിറകണ്ണുകളുമായി അള്ളാഹുവിലേക്ക് മടങ്ങി ആ പാപം അള്ളാഹുവിനോട് പൊരുത്തപ്പെടിക്കാതെയാണ് 60-70 വയസ്സ് നമ്മൾക്കായത്. പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ് നിങ്ങളാണെങ്കിൽ തൗബ ചെയ്തിട്ടില്ല, നിങ്ങളാണെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ല, നിങ്ങളാണെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടില്ല, അള്ളാഹുവിനാണെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ്, പിന്നെ എങ്ങനെയാ നിങ്ങൾ മരിച്ചു പോവുക? അല്ലെ, അള്ളാഹു അയാൾ ഇഷ്ടമാണ്, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ കളി നിർത്തിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെടുക? ഇയാൾ രക്ഷപ്പെടണം, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇല്ലബ്തലൈതുഹു ബികുല്ലി സയ്യിഅത്തിൻ കാന അമിലഹാ. അയാൾ ചെയ്ത തെറ്റ് കാരണം അള്ളാഹു അയാളുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ നൽകും. അതൊരു പക്ഷേ ക്യാൻസർ ആയേക്കാം, ഒരു പക്ഷേ ഷുഗർ ആയേക്കാം, കൊളസ്ട്രോൾ ആയേക്കാം, പ്രഷർ ആയേക്കാം, ഹാർട്ട് പേഷ്യന്റ് ആയേക്കാം, ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം, കീമിയോ ചെയ്യേണ്ടി വന്നേക്കാം, ഡെയിലി ഇൻസുലിൻ കയറ്റേണ്ടി വന്നേക്കാം. പക്ഷേ അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട്, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കല്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ചെറുപ്പകാലത്ത് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത് അവസാനം വയസ്സാം കാലത്ത് ഒരുപാട് വർഷം രോഗിയായി കിടന്നാൽ നാട്ടുകാർ പറയും അയാൾ കളിച്ചത് കാരണം അള്ളാഹു കൊടുത്തതാണെന്ന്. അല്ലേ, അങ്ങനെ പറയാറില്ലേ? നാട്ടില് ചെറുപ്പത്തില് അല്ല യൗവനത്തില് തോന്നിവാസങ്ങളൊക്കെ കളിച്ച് വയസ്സാം കാലത്ത് അയാൾ രോഗിയായിട്ട് കിടന്നു, എത്രയോ 2-3 വർഷം. അപ്പൊ നാട്ടുകാർ പറയാൻ തുടങ്ങും, കിട്ടണം, ഇത് ആ ചെറുപ്പത്തിൽ കളിച്ചതിന് അള്ളാഹു കൊടുത്തതാണ്. അല്ല, അങ്ങനെ അള്ളാഹു കൊടുത്തതല്ല. അയാളോടുള്ള സ്നേഹം കൊണ്ട് ചെറുപ്പത്തിൽ കളിച്ചതിന്റെ പാപങ്ങൾ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രോഗം അള്ളാഹു നൽകിയത്. എന്തിനേറെ പറയണം, ഒരു പനി വന്നാൽ വരെ, ഒരു തലവേദന വന്നാൽ വരെ, ഒരു ജ്വരദോഷം വന്നാൽ വരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നുണ്ടെന്നും ആയിരക്കണക്കിന് ദോഷങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുന്നുണ്ടെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ ശരീരത്തിലേക്ക് രോഗങ്ങൾ നൽകും, ഔ ഇഖ്താറൻ ഫീ റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ, അവന്റെ ഭക്ഷണത്തിൽ, അവന്റെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു നഷ്ടം നൽകും. സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു നൽകും, ഞെരുക്കം നൽകും, സാമ്പത്തിക പിരിമുറുക്കമുണ്ടാകും. വീടിന്റെ ചെലവ് നോക്കാൻ അയാൾക്ക് കഴിയില്ല, മക്കളുടെ ചെലവ് നോക്കാൻ കഴിയുന്നില്ല, എല്ലാം വിൽക്കേണ്ടി വന്നു. കിടപ്പാടങ്ങൾ, വാങ്ങിച്ച സ്ഥലങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാം വിറ്റ്, എല്ലാം നശിപ്പിച്ച് അവസാനം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥ അയാൾക്കുണ്ടാകും. അതുമൂലം അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലെങ്കിലോ ഔ മുസീബതൻ ഫീ മാലിഹി, അവന്റെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു മുസീബത്ത് നൽകും. കച്ചവടങ്ങൾ പെട്ടെന്ന് താറുമാറാവും. വലിയ കോടീശ്വരനാണ്, ഒരു സുപ്രഭാതത്തിലാണ് ഒന്നുമില്ലാതെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത്. ഔ വലദിഹി, അല്ലെങ്കിൽ മക്കളിലൂടെ അള്ളാഹു പരീക്ഷിച്ചേക്കാം. മക്കൾ അള്ളാഹു കൊണ്ടുപോകും. നമ്മുടെ തൊട്ടടുത്താണ് വേളത്തെ, അല്ലെ, നമ്മുടെയൊക്കെ സുഹൃത്ത് ചെറുപ്പക്കാരൻ നസ്രുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ചില ആളുകളുടെ കിരാതമായ കാട്ടാള പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ കീഴടങ്ങി ലോകത്തോട് വിട പറഞ്ഞു പോയത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ ഉപ്പ എത്രത്തോളം നെഞ്ചുറപ്പുള്ള ആളാണ്. ആ ഉപ്പയെ കണ്ടപ്പോൾ എന്റെ മനസ്സ് പിടഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഉപ്പയെ കാണുക, എങ്ങനെയാണ് ആ വീട് സന്ദർശിക്കുക? നോക്കുമ്പോൾ നല്ല ചങ്കൂറ്റമുള്ള, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അചഞ്ചലമായ വിശ്വാസമുള്ള, ഈമാനുള്ള പിതാവായിരുന്നു അത്. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ പൊടിയുന്നതായി, വിറക്കുന്നതായി, വേദനിക്കുന്നതായി ഞാൻ കണ്ടില്ല.
അല്പം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ സുഹൃത്തിന്റെ അനുജൻ കൂടെ ആക്സിഡന്റിലൂടെ ലോകത്തോട് വിട പറയുകയാണ്. ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇതിനേക്കാളും വലിയത് എന്താണ് വേണ്ടത്? ഇതിനേക്കാളും വലിയ പരീക്ഷണം എന്താണ്? അത് നാട്ടിലെ ഏറ്റവും ഇഷ്ടക്കാരായ 2 ചെറുപ്പക്കാർ, 5 വഖത്ത് നിസ്കരിക്കുന്ന, സുബഹിക്ക് ജമാഅത്തിന് പോകുന്ന, SKSSFന്റെ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരാൾക്കും എതിരഭിപ്രായമില്ലാതെ നാടിന് സേവനം ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞു പോയ ആ 2 ചെറുപ്പക്കാർ അള്ളാഹു ആ പിതാവിന് നൽകിയ പരീക്ഷണമാണ്. സ്വർഗ്ഗത്തിന് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു പകരം നൽകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എത്രത്തോളം വേദനയാണത്! ഉമ്മയ്ക്ക് വേദന സഹിക്കാൻ പറ്റുമോ? ആ ഉപ്പയ്ക്ക് വേദന സഹിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. പ്രകൃതി അങ്ങനെയാണ്, അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ പല രീതിയിലാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. ആ ഒരു ക്ഷമ കാരണം ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയും ഉന്നതമായ ദറജ, ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ട് ദോഷങ്ങളൊക്കെ പുറത്ത് അവസാനം ഒരു അണുമണി തൂക്കം, ചെറിയ ഒരു മൈന്യൂട്ട് പോയിന്റ് അല്ലെങ്കിൽ ചെറിയ ഒരു ദോഷം അയാളിൽ ബാക്കിയായി എന്ന് സങ്കല്പിക്കുക. രോഗത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ സഹിച്ച് എല്ലാ തെറ്റുകളും മായ്ച്ചു കളഞ്ഞിട്ട് അവസാനം ചെറിയ ഒരു തെറ്റ് ബാക്കിയായി. അതിന്റെ പേരിൽ നാളെ ചോദ്യം ചെയ്യുമല്ലോ. പക്ഷേ ഇയാൾ ചോദ്യം പോലും ഇല്ലാതെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ തീരുമാനം. എങ്ങനെയാണ് ഇദ്ദേഹം രക്ഷപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫഇദാ ബഖിയ അലൈഹി ഷൈഉൻ, ഇനി തിന്മകളിൽ നിന്ന് ചെറിയ ഒരു തിന്മ അദ്ദേഹത്തിൽ ബാക്കിയായാൽ, പരീക്ഷണങ്ങൾ സഹിച്ചിട്ട് ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിട്ട് വല്ല ദോഷവും ചെറിയ ഒരു അംശം ബാക്കിയായാൽ, ശദത്തു അലൈഹി സകറാത്തിൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ വേദന അള്ളാഹു ശക്തിപ്പെടുത്തുകയും നല്ല വേദന അനുഭവിച്ചുകൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. ആ മരണസമയത്ത് വേദന അനുഭവിക്കുന്നത് കാരണം അള്ളാഹു അയാളിൽ ബാക്കിയുള്ള ദോഷവും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ വിചാരിക്കണ്ട മരിക്കുമ്പോൾ വേദനയുണ്ടാവുന്നത് മോശപ്പെട്ട മയ്യത്തിന്റെ ലക്ഷണമാണെന്ന്. മരിക്കുമ്പോൾ വേദനയില്ലാതെ മരിക്കുന്നത് അത് നല്ല മയ്യത്തിന്റെ ലക്ഷണമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയാണ്, മരിക്കുമ്പോ വേദനയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് നല്ല മോശപ്പെട്ട മയ്യത്ത് എന്ന് ആരും വിചാരിക്കരുത്. മരിക്കുമ്പോൾ വേദനയില്ലാതെ മരിച്ചുപോയാൽ അത് നല്ല മയ്യത്താണെന്നും വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട് ആയിഷ. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബീബിന് മരണവേദന നൽകിയത് സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവി നൽകാനാണ്. സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവി നൽകാനാണ്. അങ്ങനെ മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ വേദന അള്ളാഹു നമ്മൾക്ക് നൽകുകയാണെങ്കിൽ അത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണ്. അള്ളാഹു പുറത്തു തരട്ടെ. ഇവിടത്തെ ശിക്ഷയല്ല, ഇവിടത്തെ വേദനയല്ല. വേദനയൊക്കെ അവിടെയാണ് രക്ഷപ്പെടേണ്ടത്. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും, ഇവിടെ എത്ര പ്രയാസപ്പെട്ടാലും നമ്മൾക്ക് രക്ഷപ്പെടേണ്ടത് നാളെ മഹ്ശറയിലാണ്, ഖബറിലാണ്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നമ്മൾക്ക് ലഭിക്കണം. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ചെറിയ ഒരു തെറ്റുബാക്കിയായാൽ മരണത്തിന്റെ വേദന അസഹനീയമായിരിക്കും. ആ വേദന സഹിക്കലോടുകൂടി ഹത്താ യൽഖാനി കയൗമി വലദതുഹു ഉമ്മുഹു, എങ്ങനെയാണോ അയാളെ ഉമ്മ പ്രസവിച്ചത്, ഉമ്മ പ്രസവിക്കുമ്പോൾ അയാളുടെ തിന്മയുടെ ഏടിലൊരു തെറ്റുപോലും ഇല്ലാതെ പ്രസവിച്ചതുപോലെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, തെറ്റ് ചെയ്യൽ മനുഷ്യന്റെ സ്വഭാവമാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ,
മനുഷ്യന്മാര് തെറ്റുകാരാണ്, തെറ്റിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ തെറ്റ് വരുമ്പോഴേക്കും അള്ളാഹുവിനെ പേടിച്ച് ഉടനെ തെറ്റിൽ നിന്ന് മാറി നിൽക്കണേ. അള്ളാഹു അറിയാതെ, അള്ളാഹു കാണാതെ ഒരു തെറ്റ് പോലും നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, അല്ലേ? നീ അവനെ കണ്ടില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ടല്ലോ. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട്. അല്ലാഹു കൂടെയുണ്ടാകുമ്പോൾ ഇത് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നത്? തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മൾക്ക് വരണം. പടച്ചോൻ ഇത് അല്ലാഹു കാണുന്നുണ്ടല്ലോ, ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഉടനെ തൗബ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മകൻ ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പാ യാ അബതി, ഉപ്പാ ഇൻ അമിൽതുൽ ഖതീഅ, ഞാനൊരു തെറ്റ് ചെയ്തു, ഹൈസു ലാ യറാനി അഹദുൻ, ഒരാളും കാണാതെ ഒരാളും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് വെച്ച് ഞാനൊരു തെറ്റ് ചെയ്താൽ, വീടിന്റെ മുറിയുടെ അകത്താണ്, മൊബൈൽ ഫോൺ ഉണ്ട്, അതിലൂടെ ഹറാം കാണുകയോ ഹറാം കേൾക്കുകയോ ഹറാം ചെയ്യുകയോ ചെയ്തു വേറെ ഒരാളും കണ്ടിട്ടില്ല, എന്നാൽ കൈഫ യഅലമുഹല്ലാഹ്, എങ്ങനെയാണ് ഉപ്പാ അല്ലാഹു അറിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു കാണുന്നത്? ആരാരും കാണാതെ ഒറ്റയ്ക്ക് ഞാനൊരു തെറ്റു ചെയ്താൽ എങ്ങനെയാണ് പിതാവേ അല്ലാഹു കാണുന്നത്? അപ്പോഴാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പൊന്നുമോനോട് പറയുന്നത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ നീ ചെയ്യുന്നത് ചെറിയ ഒരു ധാന്യമണി കണക്ക് ചെറിയ ഒരു തെറ്റാണെങ്കിൽ വലിയ കറുകറുത്ത പാറയുടെ മുകളിൽ ഒരു ധാന്യമണി വെച്ചാൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലും, ഭൂമിയിലോ ആകാശങ്ങളിലോ ഉള്ള ഏതെങ്കിലും പാറക്കെട്ടുകളിലോ എവിടെയെങ്കിലും ഒരു ധാന്യമണി നീ വെച്ചാൽ അല്ലാഹു അത് കൊണ്ടുവരും മോനെ. ഇരുട്ടിന്റെ മറവിൽ, രാത്രിയുടെ ശക്തിയായ കൂരാക്കൂരിരുട്ടിൽ, നിശയുടെ നിശബ്ദതയിൽ, നീ ശക്തമായ ഇരുട്ടുള്ളൊരു രാത്രിയിൽ കറുകറുത്ത പാറയുടെ മുകളിൽ ഒരു ധാന്യമണി വെച്ചാൽ അത് അല്ലാഹു കൊണ്ടുവരും മോനെ. പിന്നെയല്ലേ നീ ചെയ്യുന്ന തെറ്റ് കാണാതിരിക്കുന്നത്? എവിടെയാണെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്. ഈ ഒരു ബോധമാണ് നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് വേണ്ടത്. ഈ ഒരു ബോധമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവേണ്ടത്. ക്യാമ്പസിൽ പഠിക്കുന്നവർ, കലാലയങ്ങളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്ന ന്യൂജൻ പെൺകുട്ടികളോട്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ക്യാമ്പസിലാണെങ്കിലും കലാലയത്തിലാണെങ്കിലും അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്നെ കാണുന്നുണ്ട്. എന്റെ ഉപ്പയുടെ കണ്ണിന്റെ മറയത്താണ് ഞാൻ. ഉപ്പ കാണുന്നില്ല, ശരി തന്നെ. ഉമ്മ കാണുന്നില്ല, ശരി തന്നെ. ആങ്ങളമാരില്ല, നാട്ടുകാരില്ല, കുടുംബക്കാരില്ല. ഇങ്ങ് തൃപ്പങ്കോട്ടൂരിൽ നിന്ന് അങ്ങ് ദൂരെ മൂന്നാറിലേക്ക് സ്റ്റഡി ടൂറിന് പോയതാണ്. ചങ്ങാതിമാരുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, കൂടെ പഠിക്കുന്ന സഹപാഠികളുണ്ട്. ആരും പരിചയമില്ലാത്ത ആളുകളാണ്. പിന്നെ എന്തും ചെയ്യാമെന്നല്ല, പിന്നെ എന്തും കാണിക്കാമെന്നല്ല, പിന്നെ എന്ത് തോന്നിവാസവും ചെയ്യാമെന്നല്ല. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ. ഹൈസുമാ കുൻത, അതിങ്ങ് വടകരയിലാണെങ്കിലും നാദാപുരത്താണെങ്കിലും പാറക്കടവിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണം. ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണേ. ഉമ്മയും ഉപ്പയും അപ്പുറത്തുള്ള മുറിയിൽ കിടന്നുറങ്ങുമ്പോ പൊന്നുമോളെ, നീ നിന്റെ മുറിയിലൊറ്റയ്ക്കാൻ, നീ നിന്റെ മുറിയിലൊറ്റയ്ക്കാൻ. ഇയ്യാകും വൽ ഫർഖ, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കല്ല, ഒറ്റയ്ക്ക് നിൽക്കല്ല, ഒറ്റയ്ക്ക് കിടന്നുറങ്ങല്ല. ഒറ്റയ്ക്കുറങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ പിശാച് കടന്നു വരുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ചെറുപ്പക്കാരാ, ഒന്നുകിൽ നിങ്ങളുടെ അനുജന്മാരുടെ കൂടെ, ജ്യേഷ്ഠന്മാരുടെ കൂടെ, പെൺപങ്ങന്മാരോട്, അനുജത്തിമാരുടെ കൂടെ, ഉമ്മയുടെ കൂടെ നിങ്ങൾ കിടന്നുറങ്ങണം. ഒറ്റയ്ക്ക് കിടന്നുറങ്ങല്ലേ. കാരണം ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോഴാണ് പിശാച് കടന്നു വരുന്നത്. നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. പിശാച് നിങ്ങളുടെ മുമ്പിലുണ്ട്, പിന്നിലുണ്ട്, മുകളിലുണ്ട്, താഴെയുണ്ട്. കാണുന്നില്ല എന്ന് മാത്രം. ചെല്ലുമ്പോൾ, മുറിയിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലാതെ കയറിയാൽ പിന്നെ എങ്ങനെയാണ് പിശാചിൽ നിന്ന് രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് പിശാചിൽ നിന്ന് രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നവന്റെ കൂടെ പിശാചുണ്ടാകും. നിങ്ങളുടെ കൂടെ അന്തി ഉറങ്ങുന്നത് പിശാചാണ്. അപ്പോഴാണ് വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് മൊബൈൽ ഫോണിലൂടെ മിസ് കോൾ അടിക്കാനും സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും ഇന്റർനെറ്റിന്റെ മായാലോകത്ത് കറങ്ങി നടക്കാനും നമ്മൾക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോ പിശാച് കടന്നു വരുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും അനുഭവം ഉണ്ടാകും. യാഥാർത്ഥ്യതല്ലേ? നിങ്ങൾ ആലോചിക്കുക. യാഥാർത്ഥ്യതല്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ലേ വേണ്ടാത്ത ചിന്ത വരിക? കൂടെ അനുജത്തി ഉണ്ടെങ്കിൽ വേണ്ടാത്ത ചിന്ത വരുമോ? കൂടെ ഉമ്മ ഉണ്ടെങ്കിൽ വേണ്ടാത്ത ചിന്ത വരുമോ? ഇല്ല. ഒറ്റയ്ക്കിരിക്കുന്നവന്റെ കൂടെ പിശാചുണ്ടാവും. രണ്ടുപേരുണ്ടെങ്കിൽ അവിടേക്ക് പിശാച് അകലെയാണ്. രണ്ടുപേരുണ്ടെങ്കിൽ പിശാച് അകലെയാണ്. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. ഹൈസുമാ കുന്ത, ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണേ. ഒരു തെറ്റ് വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്യണേ. നന്മ കാരണം നിങ്ങൾ ചെയ്ത തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എല്ലാവരും തെറ്റുകാരാണെന്ന് പറഞ്ഞല്ലോ. തെറ്റു ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പരിശുദ്ധമായ സൂറത്ത് ഹൂദിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. وأقم الصلاة طرفي النهار وزلفا من الليل. രാത്രിയിലും പകലിലുമായി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. فإن الحسنات يذهبن السيئات. നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് തിന്മ ചെയ്ത ആളുകളാവാ, അതിനെ കവച്ചു വെക്കണം നമ്മുടെ നന്മകൾ. തെറ്റ് ചെയ്യുന്ന ആളാവാ, ഹറാമ് കാണുന്നുണ്ട്, ഹറാമ് കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നന്മ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. അങ്ങനെ നന്മ കൂടിയാലോ, ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്. നന്മ കൂടുന്തോറും, നന്മ ചെയ്യുന്തോറും നിങ്ങളുടെ തിന്മകൾ മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണം, എന്നാൽ നിങ്ങളുടെ തെറ്റിന് അല്ലാഹു മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പക്ഷേ ഇത് തെറ്റാണ് എന്നുള്ള ബോധം വേണം. ചില ആളുകൾക്ക് തെറ്റെന്നുള്ള ബോധം ഉണ്ടാവില്ല. അതിലിപ്പോ എന്ത് ഉസ്താദേ പ്രശ്നം? വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, അയാളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ലല്ലോ, അതിപ്പോ നമ്മുടെ വിരലിന്റെ മൂവ്മെന്റ്സ് അല്ലേ, വിരൽ ഇങ്ങനെ ഇണക്കല്ലേ, ഇതിലിപ്പോ എന്താ തെറ്റെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. ബോയ് ഫ്രണ്ട് കൊണ്ട് എന്താ കുഴപ്പം അങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ ഹുദവി ആയ ഉടൻ ഒരു കോളേജിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിച്ച ചോദ്യമാണ്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇപ്പൊ അതിലെന്താ പ്രശ്നം? വലിയ ചോദ്യമാണ്. അതിലിപ്പോ എന്താ തെറ്റ്? അവരോട് മിണ്ടിയാൽ എന്താ കുഴപ്പം? അവരോട് ചാറ്റ് ചെയ്യുന്നതിൽ തെറ്റാണോ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. അത് അങ്ങേ തലയിലെത്തി പിടുത്തം വിട്ട കേസാണ്. മനസ്സിലായില്ല? അതൊരു തെറ്റല്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ലഘൂകരിക്കപ്പെടുന്നത്, ലാഘവത്തോടെ കാണുന്നത്. തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അറ്റ്ലീസ്റ്റ് മിനിമം അതൊരു തെറ്റാണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമ്മൾക്ക് വേണം. തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിലാണ് അത് ചെയ്ത ഉടനെ ഒരു ഖേദം, പടച്ചോനെ തെറ്റുപറ്റിപ്പോയല്ലോ റബ്ബേ. ഗേൾ ഫ്രണ്ട് കൊണ്ട് ബോയ് ഫ്രണ്ട് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നത് ഏതിന്റെ ഭാഗമാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. തിന്മകൾ ചെയ്ത് ഒരാളുടെ ഹൃദയം കറുത്തുപോയാൽ,
തെറ്റ് ചെയ്ത് ഒരു തെറ്റിന് ഒരു കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴുമ്പോ തിന്മകളുടെ ആധിക്യം കാരണം ആ ഹൃദയം മുഴുവനും കറുത്തുപോകും. അങ്ങനെ കറുത്തുപോയാലോ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, അയാൾക്ക് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയൂല. നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയൂല. എന്തുകൊണ്ട്? ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരികളിലോ ഇങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, ബോയ് ഫ്രണ്ട് കൊണ്ടെന്താ കുഴപ്പം, ഗേൾ ഫ്രണ്ട് കൊണ്ടെന്താ കുഴപ്പം, ചാറ്റ് ചെയ്താൽ എന്താ ഉസ്താദേ, സംസാരിച്ചാൽ എന്താ ഉസ്താദേ, കൂടെ നടന്നാൽ എന്താ, കൂടെ സഞ്ചരിച്ചാൽ എന്താ, കൂടെ യാത്ര ചെയ്താൽ എന്താ, അതിന്റെ സഹപാഠിയല്ലേ, സഹപ്രവർത്തകനല്ലേ, ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ തെറ്റു ചെയ്തത് കാരണം ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. തെറ്റാണെന്ന ബോധമുണ്ട് എങ്കിൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ലാഹു പുറത്തു തരുമാറാവട്ടെ, അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നീക്കുപോക്കുകളും അല്ലാഹു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ എല്ലാ തിന്മകളും അല്ലാഹു പറയാൻ പോവുകയാണ്, എടുത്തു പറയാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഇതെല്ലാവർക്കും അറിയുന്ന സൂറത്തല്ലേ, എല്ലാവരും കൂടെ ഓതി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. പോരാ, സൗണ്ട് പോരാ, നിങ്ങൾക്കൊക്കെ മൈക്ക് വേണോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഒന്ന് കണ്ണ് ചുമ്മി, എല്ലാവരും കണ്ണ് ചുമ്മിയോ? എന്നെ കാണുന്ന ആളൊക്കെ പൊക്കെ. ആരും നിങ്ങൾ കണ്ണ് ചിമ്മിയിട്ടില്ല എന്നർത്ഥം. കാണുന്നുണ്ടെങ്കിൽ കണ്ണ് ചുമ്മി, എല്ലാവരും ഒന്ന് കണ്ണ് ചുമ്മി ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വരികളിലേക്ക് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എന്നിട്ട് ഞാൻ ഓതി തന്നാൽ അതിന്റെ കൂടെ ഓതുക. കണ്ണ് ചുമ്മിയോ? ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരും ബോധം കെട്ടിട്ട് വീണിട്ടൊന്നുമില്ലല്ലോ, ചിരിക്കാണ്. ഈ പരിശുദ്ധമായ സൂറത്ത് കേട്ട് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, എത്രയോ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയോ ആളുകൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. പരിശുദ്ധമായ സൂറത്തു സൽസല കേട്ടു പോയിട്ട് എത്ര പ്രാവശ്യം നമ്മൾ കേട്ടോ, നമ്മൾക്ക് ഉറക്കം പോലും വരുന്നില്ല അല്ലെ, ഉറക്കം പോയിട്ടേ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ, ലോകാവസാനം സംഭവിച്ചാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. അതിന്റെ ഭാരങ്ങളും അതിന്റെ കഥകളും എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നാൽ, വഖാലൽ ഇൻസാനു മാ ലഹാ. ജനങ്ങൾ പറയാൻ തുടങ്ങും ഭൂമിക്ക് എന്ത് പറ്റിയെന്ന്. വഖാലൽ ഇൻസാനു മാ ലഹാ. എന്തു പറ്റി ഈ ഭൂമിക്ക്? ഭൂമി പറയാണ് ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹു സംസാരിക്കാനുള്ള കഴിവെനിക്ക് തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ.
ഭൂമി അതിന്റെ കഥകൾ പറയുകയാണ്. ഓരോ ആളുകളുടെ പേര് സഹിതം, തീയതി സഹിതം, ദിവസം സഹിതം, സ്ഥലം സഹിതം ഓരോ കഥകളും പറയാണ്. എവിടെ വെച്ചാണ് സീസർ വലിച്ചത്, എവിടെ വെച്ചാണ് കഞ്ചാവ് അടിച്ചത്, എവിടെ വെച്ചാണ് ലെറ്ററുകൾ കമന്റുകൾ കൈമാറിയത്, എവിടെ വെച്ചാണ് സംസാരിച്ചത്, എവിടെ വെച്ചാണ് മോഷണം നടത്തിയത്, എവിടെ വെച്ചാണ് തൊട്ടത്, തോണ്ടിയത്, എല്ലാം ഒരു തീയതിക്കോ ഒരു സമയമോ വ്യത്യാസമില്ലാതെ വളരെ വ്യക്തമായി ആളുകളുടെ മുമ്പിൽ എണ്ണി 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 പറയാനുള്ളൊരു ദിവസം വരാനുണ്ട്. എത്ര രഹസ്യമായി ചെയ്തതാണെങ്കിലും, എത്ര രഹസ്യമായി ചെയ്തതാണെങ്കിലും യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, എന്തിനേറെ പറയണം, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മധുരിതമായ ബാങ്കിന്റെ വിളി ഏതൊക്കെ പർവ്വതങ്ങളാണോ, ഏതൊക്കെ മരങ്ങളാണോ, കല്ലുകളാണോ കേൾക്കുന്നത്, അവ പള്ളിയുടെ മുഅദ്ദിനിന് വേണ്ടി അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്, അവയെല്ലാം മുഅദ്ദിനിന് അനുകൂലമായി സാക്ഷി നിൽക്കുമെന്നാണ്. എന്നാൽ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ഭൂമി എണ്ണി പറയുന്നൊരു സമയം വരാനുണ്ട്. എത്ര മറച്ചു വെച്ചാലും ആര് കണ്ടില്ലെങ്കിലും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് എല്ലാം തുറന്നു പറയാനുള്ളത്. ഓരോ കഥകൾ അറിയാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, രഹസ്യമാക്കിയത്, പരസ്യമാക്കിയത്, ഒന്ന് വള്ളിപുള്ളി വിടാതെ എല്ലാം പറയുന്നൊരു ദിവസം വരാനുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് പറയാതിരിക്കാൻ, ആളുകളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെടാതിരിക്കാൻ, ആളുകളുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ കഥകൾ പുറത്ത് പറയപ്പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അത്ബിഇസ് സയ്യിഅതൽ ഹസന, ഒരു തെറ്റ് വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്യണേ. ഒരു തെറ്റ് വന്നാൽ നന്മ ചെയ്യണം. അങ്ങനെ ഒരു നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയും. മായ്ച്ചു കളഞ്ഞാൽ പിന്നെ ആ തെറ്റേറ്റു പറയൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പേരിൽ പ്രതിഫലം നൽകുകയാണ് അല്ലാഹു. അത് നാളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതേപോലെ ചെറിയ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ നാളെ ശിക്ഷിക്കപ്പെടുമെന്നും പരിശുദ്ധ ഖുർആൻ പറയുമ്പോ മഹാനായ അബൂ ഹനീഫ ഇമാം ഈ ആയത്ത് കേട്ടിട്ട് കരയാൻ തുടങ്ങിയതാണ്. ഇശായിന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നതാണ്. ഇമാമിന്റെ പരിശുദ്ധമായ സൂറത്ത് കേട്ടിട്ട് കരയാൻ തുടങ്ങിയതാണ്. ഇശാ നിസ്കരിച്ച് കരഞ്ഞത് സുബഹി വരെ കരച്ചിൽ നിർത്തിയില്ല. എന്താണ് കരയുന്നത്? അല്ലാഹുവേ, ചെറിയ ഒരു നന്മ ചെയ്താൽ അതിന് പ്രതിഫലം നൽകുന്ന അല്ലാഹ്, എന്റെ എല്ലാ നന്മകൾക്കും പ്രതിഫലം നൽകണേ റബ്ബേ. ചെറിയ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന റബ്ബേ, എന്നെ നീ കാക്കണേ എന്ന് പറഞ്ഞിട്ട് ഇശാ മുതൽ സുബഹി വരെ കരഞ്ഞുപോയി. ഇശാ മുതൽ സുബഹി വരെ കടഞ്ഞുപോയി. എന്നാൽ മറ്റു ചില മഹാന്മാർ ഈ പരിശുദ്ധമായ സൽസല സൂറത്ത് കേട്ടിട്ട് ഹൃദയമാകെ പ്രകമ്പനം കൊണ്ടിട്ട് പേടിച്ച് മരിച്ചുപോയവരുണ്ട്, ബോധം കെട്ടവരുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? എന്താണ് പറഞ്ഞത്? ചെറിയ ഒരു തെറ്റുപോലും അല്ലാഹു വെറുതെ വിടൂല എന്നാണ്. ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ്, നമ്മുടെ കേൾവി ശക്തി, ചെവിയിലൂടെ കേട്ടത്, വൽ ബസറ കണ്ണിലൂടെ കണ്ടത്, വൽ ഫുആദ് മനസ്സിൽ ചിന്തിച്ചത് വരെ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം അല്ലാഹു നാളെ ചോദ്യം ചെയ്യുകയാണ്. എല്ലാം അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. അല്ലാഹു തആല എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകൾക്കും മാപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾക്കറിയുന്നത് പോലെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ ഉമർ മാ യുബ്കീക, എന്തിനാണ് ഉമറേ കരയുന്നത്? എന്തിനാണ് ഉമറേ കരയുന്നത്? നബി തങ്ങളോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ കരയാനുള്ള കാരണം അങ്ങേ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അങ്ങേ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് നബിയെ. അയാളുടെ കഥ കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്.
എന്താണ് അത്രയും വലിയ കരയാനുള്ള സംഭവം? എന്താണ്? ചെറുപ്പക്കാരനെ വിളിച്ചു എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. വഹുവ യബ്കി, ആ ചെറുപ്പക്കാരൻ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മാ യുബ്കീക യാ ശാബ്, ചെറുപ്പക്കാരാ എന്തിനാണ് കരയുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാൻ ചെയ്ത തെറ്റുകളാണ് എന്നെ കരയിപ്പിക്കുന്നത്, ഞാൻ ചെയ്ത പാപങ്ങളാണ് എന്നെ കരയിപ്പിക്കുന്നത്, ഞാൻ ചെയ്ത ദോഷങ്ങളാണ് എന്നെ കരയിപ്പിക്കുന്നത്. നബിയെ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുകയാണ്. അല്ലാഹു എന്റെ പേരിൽ ശിക്ഷ ഇറക്കുമോ? അല്ലാഹു എന്നെ നശിപ്പിക്കുമോ? അല്ലാഹു എന്നെ കരിച്ചു കളയുമോ? അല്ലാഹു എന്നെ ഈ തെറ്റിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. ആ തെറ്റാണ് ഞാൻ കരയുന്നത് എന്ന്, അത് കാരണത്താലാണ് ഞാൻ കരയുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, അശ്റക്ത ബില്ലാഹ്, ശിർക്ക് ചെയ്തു, ശിർക്ക് ചെയ്തു, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചുവോ? അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു പങ്കാളിയെ ചേർത്തുവോ? എന്താണ് നീ ചെയ്ത അത്രയും വലിയ തെറ്റെന്താ? ഇല്ല നബിയേ, ഇല്ല, ഞാൻ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർത്തിട്ടില്ല. അഖതൽത നഫ്സൻ ബിഗൈരി ഹഖ്,